ഒരിക്കൽ ഒരു മനുഷ്യൻ കുറച്ച് കളിമൺ പാത്രങ്ങൾ ഒരു കുട്ടയിലാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള ആളുകളുടെ വീടുകളിലാണ് അയാൾ കൂടുതലും കയറി ഇറങ്ങിയത്. എന്നാൽ അതിൽ നിന്ന് ഒരു പാത്രം പോലും വിലയ്ക്ക് വാങ്ങുവാൻ ഒരു മനുഷ്യനും തയ്യാറായില്ല. അവസാനം ഈ മനുഷ്യൻ നടന്ന് ക്ഷീണിച്ച് ദാഹജലത്തിനായി ഒരു കുടിലിൻ്റെ മുൻപിൽ എത്തി. ആ കുടിലിൽ നിന്നും ഇറങ്ങി വന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന് കുടിക്കുവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നൽകി. അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടും കേട്ടിട്ടും വീട്ടിലുണ്ടായിരുന്ന എല്ലാ പൈസയും നാണയത്തുട്ടുകളും ഒക്കെ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ത്രീ ഒരു പാത്രം വാങ്ങിക്കുകയാണ്. ആ മനുഷ്യൻ്റെ കണ്ണിലെ ദയനീയമായ അവസ്ഥയും ശരീരത്തിൻ്റെ ക്ഷീണവും ഹൃദയത്തിൻ്റെ വേദനയും ഒക്കെ ഈ സ്ത്രീ തിരിച്ചറിഞ്ഞു. കച്ചവടക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ പാത്രം വെക്കുവാനായിട്ട് തൻ്റെ കുടിലിൽ സ്ഥലമില്ലാത്തതിനാൽ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് ഈ പാത്രം നിക്ഷേപിക്കുകയാണ്. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്നു. കുടിലൊക്കെ ചോർന്നൊലിക്കുവാനായിട്ട് തുടങ്ങി. മഴ കോരിച്ചൊരിയുന്നൊരു പ്രഭാതത്തിൽ ആ സ്ത്രീ കണ്ട കാഴ്ച അവളുടെ മുറിയാകെ വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ ഉറവിടം തപ്പിച്ചെന്ന ഈ സ്ത്രീ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. വെള്ളത്തിൽ കുതിർന്ന ഈ മൺപാത്രം, ആ പാത്രത്തിനുള്ളിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളെ സ്വർണത്തിൻ്റെ പ്രഭയാൽ മുറിയാകെ പ്രതിഫലിപ്പിക്കുന്ന കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർണം പൂശിയ പാത്രങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ വിശുദ്ധി എന്ന സ്വർണത്തിൻ്റെ അംശത്തെ തിരയുവാൻ നമുക്ക് സമയമില്ലാത്ത ഒരു കാലം. പുറമോടിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സമയത്ത് ആന്തരിക സത്യത്തിന് വില കൽപ്പിക്കാത്ത ഒരു കാലം കൂടിയാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് മനസ്സിൽ പാപം നന്നേ നിറയും. ഇവിടെയാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഉള്ളിലെ നമ്മുടെ ദൈവ സാരാംശം തിരിച്ചറിയുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കട്ടെ.